അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ആദ്യം കറങ്ങാൻ വേണ്ടി പോയത് ലുലു മാളിട്ടാണ്. ആദ്യം എങ്ങോട്ട് പോകണമെന്ന് ഏട്ടൻ ചോദിച്ചപ്പോഴത്തേനും ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ വിട്ടാലോ നിർഭാഗ്യവശാലെന്ന് പറഞ്ഞുപോയി. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇന്നത്തെ കറക്കം മൊത്തം മിക്കവാറും ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയായിരിക്കുമെന്ന്. കാരണം ഒരു ട്രോളിയും റെഡിയാക്കി ഓളെ സെറ്റാക്കി ഇരുത്തിക്കൊണ്ട് ഷോപ്പിംഗ് തുടങ്ങിയ ഞങ്ങൾ 6:30 ഷോപ്പിംഗ് തുടങ്ങിയ ഞങ്ങൾ 10 മണിയായപ്പോഴാണ് അവിടുന്ന് സത്യം പറഞ്ഞ് ഇറങ്ങുന്നത്. കാരണം വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ എടുത്തത്, തിന്നാൻ മാത്രമൊന്നും എടുത്തില്ല എന്ന് മാത്രം. ഓരോ സാധനങ്ങൾ എടുത്ത് മണത്തൊക്കെ വന്നപ്പോഴത്തേനും ഏകദേശം സമയം പോയത് അങ്ങനെ അറിഞ്ഞില്ല. ലാസ്റ്റ് ഒരു കണക്കിന് ബില്ലും അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഒരുമാതിരി നേരമായി. കാരണം ഞങ്ങൾ വന്നപ്പോഴത്തേനും മെട്രോയ്ക്കാണ് വന്നത്. മെട്രോ ഒരു 10-10:30 വരെ ഉണ്ടാവുള്ളൂ. ഇനി ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ച് നിന്ന് വരുമ്പോഴത്തേനും മെട്രോയുടെ പാട്ടിന് അങ്ങോട്ട് പോകും. ലാസ്റ്റ് ഞങ്ങൾ ലുലു മാളിനോട് ബൈ ബൈ പറഞ്ഞ് നടന്നു. ഇതാണ് ലുലു മാളിത്തെ ട്രീ എന്ന് പറയുന്നത്. കുറെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേഷനിലോട്ട് വിട്ടു. പിന്നെ അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സ്കാൻ ചെയ്യണമല്ലോ. അങ്ങനെ എൻ്റെ ഏട്ടൻ കൊണ്ടുപോയി സഞ്ചി സ്കാൻ സംഭവത്തിൽ വെച്ചു. പിന്നെ സഞ്ചിയിലുണ്ടായ സകലമാന സാധനങ്ങളും നോക്കിയപ്പോഴത്തേനും അവിടെ നിങ്ങൾക്ക് പിറക്കിയെടുക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഓരോന്നും പിറക്കിയെല്ലാം സഞ്ചിയുടെ ഉള്ളിലാക്കി ഞങ്ങൾ വീണ്ടും സ്റ്റേഷനിലോട്ട് നടന്നു. ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ വരും. ഭാഗ്യത്തിനൊക്കെ ഒരു ബെഞ്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കാനുണ്ടായിരുന്നു. കാരണം 6:30 നിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മണിയിൽ നിന്നതിന്റെ നല്ല കാലുവേദന ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ ഒന്ന് വന്നിട്ടുണ്ട്. വേഗം അതിലോട്ട് പടച്ച് കയറി. ഏകദേശം ഒരു അരമണിക്കൂർ വേണം നമ്മുടെ വീട്ടിലോട്ടുള്ള ട്രെയിൻ യാത്ര. അതിനുള്ള ട്രെയിനിലൊക്കെ കയറി ഇനി വീടിൻ്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാണ് ഫുഡൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ എല്ലാവർക്കും ബൈ.